എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സൺടാൻ പോകുന്നില്ലേ? എന്നാൽ നമുക്ക് വേറെ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ സൺടാൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. ഈ കൊട്ട വെയിലും പിടിച്ചൊന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലോട്ട് വന്ന് കയറിയാൽ തന്നെ ഉഗ്രനായിട്ട് നല്ലോണം ടാൻ അടിക്കും. ഫേസിൽ നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം പ്രൊട്ടക്ഷൻ കിട്ടും. എന്നാലും പക്ഷേ കയ്യിലും കാലിലൊക്കെ ടാൻ അടിച്ച് കഴിഞ്ഞിട്ടും അത് നമ്മൾ പിന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാം, പിന്നെ നമുക്കത് ഹോം റെമഡി വെച്ച് റിമൂവ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ വീണ്ടും നല്ലോണം ടാൻ അടിക്കുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിനൊട്ടും നല്ലതുമല്ല. സോ അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് വേറെ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ സൺടാൻ പോകുന്നതാണ്. ഞാൻ എനിക്ക് കുറച്ച് ദിവസം മുന്നേ തിരുവനന്തപുരത്തൊന്ന് പോയായിരുന്നു. പോയിട്ട് വന്ന് നല്ല കൊട്ട വെയിലടിച്ചാണ്ട് ഇതേ കണക്ക് വെയിലത്ത് നടന്നിട്ട് നല്ലോണം ടാൻ അടിച്ചിട്ടാണ് ഞാൻ വന്ന് വീട്ടിൽ കയറിയത്. എൻ്റെ കയ്യിലും ഒന്നാമത് ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ കയ്യിലും നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസിൽ സൺസ്ക്രീൻ ഇട്ടെങ്കിൽ തന്നെ നമ്മൾ 3 മണിക്കൂർ റീഅപ്ലൈ ചെയ്യേണ്ടത്, പക്ഷേ അദ്ദേഹം വിട്ടുപോയി. അതുകൊണ്ട് തന്നെ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലുള്ള അടിപൊളി പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. ക്ലെൻസിങ് മസ്റ്റാണ്. കാരണം അമ്മാതിരി നമ്മുടെ ഫേസിൽ അഴുക്കും പ്രശ്നങ്ങളൊക്കെ കാണും. ഞാൻ ഈ തലേന്ന് വന്നിട്ട് ജസ്റ്റ് ഫേസ് വാഷ് വെച്ച് ഫേസ് കഴിവിട്ട് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് അതേ കണക്ക് കയറി കിടക്കുവാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ എണ്ണിച്ചിട്ടാണ് ഞാൻ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തോതിൽ അഴുക്കുണ്ട്. അപ്പോൾ നല്ലോണം നമുക്ക് തൈരൊന്ന് മുഖത്ത് പുരട്ടി കൊടുത്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അയ്യോ നമ്മുടെ ഫേസിൽ ഇമ്മാതിരി ഇത്രയും അഴുക്ക് വരുമെന്ന്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്യാവും. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് ബോയ്സിനും ഗേൾസിനും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബോയ്സിന് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കാം എന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം. ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ അഴുക്ക് നല്ലോണം ആ തൈര് വെള്ള തൈര് മീൻസ് നമ്മൾ മസാജൊക്കെ കഴിയുമ്പോഴേക്ക് നല്ലൊരു ആഷ് കളറ് നല്ല അതേ കണക്ക് നമ്മുടെ തൈര് വരും കേട്ടോ. കാരണം അമ്മാതിരി അഴുക്കാണ് നമ്മുടെ ഫേസിലുള്ളത്. ഒന്നാമത്തെ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലോണം റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, നല്ലോണം പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ലോണം തിരുവനന്തപുരത്തൊക്കെ പോയി നല്ല ഉപ്പുകാറ്റൊക്കെ വീശിയിട്ട് അതിൻ്റെതായ നല്ല അഴുക്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതല്ലേ ഞങ്ങൾ കടലിൽ പോയില്ല, ഞങ്ങളുടെ മുഖത്ത് അങ്ങനെ അഴുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് തൈര് വെച്ച് മസാജ് ചെയ്തും. ഇനിയിപ്പോൾ തൈര് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാല് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഒരുവിധം നല്ലോണം ബ്രൈറ്റ് ആവുന്നത് നമ്മുടെ സൺടാനൊക്കെ ഇച്ചിരിയൊക്കെ പോകാൻ വേണ്ടി അടിപൊളിയായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കയ്യിൽ അപ്ലൈ ചെയ്തില്ല, കാരണം നമ്മൾ എടുത്തേക്കുന്ന തൈര് വന്നിട്ട് സൺടാൻ പോക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പം ഇതിൽ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഗേൾസ് എടുക്കാൻ നോക്കണം. ബോയ്സിന് ഞാൻ വേറെ രീതിയിലും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടുന്ന അരിപ്പൊടിയാണ്. അത് 2 കൂട്ടർക്കും എടുക്കാൻ പറ്റുന്നതാണല്ലോ. അരിപ്പൊടി എടുത്ത് അതിന് ശേഷം നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് തൈരാണ്. ഇനിയിപ്പോൾ തൈര് ഒട്ടും പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് അലോവേറ ജെൽ എടുത്താലും മതി. പിന്നെ തൈരാണ് നമുക്കൊന്നും കൂടെ ബെസ്റ്റ് നമ്മുടെ സൺടാൻ പോകുന്നത്. അതുകൊണ്ട് തൈര് യൂസ് ചെയ്താലാണ് നമുക്കൊന്നും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യത്തിന്, ഞാൻ ഇവിടെ ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള തൈര് എടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ലേശം കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ സൺടാൻ പോകാൻ വേണ്ടിയിട്ട് വേറൊരു ഐറ്റം പോലും നമുക്ക് ഇതിൽ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി നമ്മുടെ സൺടാൻ പോക്കും ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സൺടാൻ പോക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ട് തൈര് വന്നിട്ട്. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റനിങ് ആക്കി വെക്കാൻ ഈ ഒരു പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൈര് എടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. ഇനിയിപ്പോൾ ബോയ്സ് വിചാരിക്കും ബോയ്സിന് മഞ്ഞപ്പൊടി യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് നല്ലോണം മിക്സിക്കകത്തിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പ് എടുക്കണം. അതിൻ്റെ പൾപ്പ് മഞ്ഞപ്പൊടിക്ക് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സൺടാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഹണി സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട. ഹണി എടുത്ത് നമ്മുടെ സ്കിൻ നല്ലോണം നറിഷ് ചെയ്ത് വെക്കാനും നല്ലോണം സോഫ്റ്റ് ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ് ഹണി വന്നിട്ട്. അപ്പോൾ എത്രത്തോളമാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള രീതിയിൽ അതിനകത്തൊരു കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 1 ടേബിൾ സ്പൂൺ രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് അടുത്ത് വരുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ്. ഇനിയിപ്പോൾ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ക്യാരറ്റ് അടിക്കുന്ന കൂട്ടത്തിൽ ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ച് അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് പൗഡർ വാങ്ങാൻ താല്പര്യമുള്ളെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പർപ്പിളിലും ഒക്കെ പല ബ്രാൻഡ്സിൻ്റെ പൗഡർ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആൽസ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് പൗഡറാണ്. അത്യാവശ്യം നല്ലതാണ്. ഇനിയിപ്പോൾ അത് വാങ്ങാൻ പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മൾ നോർമൽ ബീട്രൂട്ട് എടുത്താലും മതി, അതൊന്നും സാരമില്ല. ഏതായാലും നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനും ഗ്ലോ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ക്ലെൻസിങ്ങിന് ശേഷം ഫേസ് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ പഞ്ഞി വെച്ച് വൈപ്പ് ചെയ്തോ അങ്ങനെ ചെയ്യാണ്ട് നല്ലോണം ഫേസ് വാഷ് ചെയ്തിട്ട് വരണം. വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. കാരണം നമ്മളിങ്ങനെ നല്ലോണം ക്ലെൻസ് ചെയ്യുമ്പോൾ നല്ലോണം അഴുക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ പിന്നെ പാക്ക് ഇടുവാണെങ്കിൽ
നമ്മുടെ പോർസിനകത്തോട്ട് ആ ഒരു ഇമ്പ്യൂരിറ്റീസ് വീണ്ടും ഇറങ്ങി ചെല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പാക്ക് ഇടാം. പിന്നെ വൺ ടൈം യൂസ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ സൺടാൻ പോകാൻ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്നും വെയിൽ കൊള്ളുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്, നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ. പിന്നെ ഫേസിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലോണം നമ്മുടെ സൺടാൻ പോകാനും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്ത് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ വെയിലും പിടിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പോയ സൺടാൻ അടിച്ചില്ലെങ്കിലേ ഉള്ളൂ, കാരണം അമ്മാതിരി വെയിലാണ്. സോ പിന്നെ വേറൊരു കാര്യം, ഇത് പാക്ക് അപ്ലൈ ചെയ്താൽ സൺടാൻ പോകുമല്ലോ എന്ന് പറഞ്ഞ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കല്ല വെയിലത്തോട്ട്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറും ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ മെയിനായിട്ട് എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിനേക്കാൾ എനിക്ക് ടാൻ അടിക്കുന്നത് എൻ്റെ കയ്യിലാണ്. ഫേസിൽ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ കയ്യിൽ അങ്ങനെ ഇടുന്നില്ലല്ലോ. അപ്പോൾ കയ്യിൽ നല്ലോണം ടാൻ അടിക്കുന്നുണ്ട്. നമ്മൾ ഈ ചില വാച്ചൊക്കെ കെട്ടിയിട്ട് നമ്മൾ വാച്ച് ഊരുന്ന സമയത്ത് വാച്ചിൻ്റെ അത്രയും ഭാഗത്ത് നമ്മുടെ ഒറിജിനൽ സ്കിൻ ടോണും വാച്ചിന് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് നല്ലോണം സൺടാൻ അടിച്ച് നല്ല ചുമന്നിരിക്കുന്ന ഒരു രീതിയിലോട്ട് വരും. പക്ഷെ പണ്ട് കുഞ്ഞിലേക്ക് ഞാൻ വിചാരിക്കുമായിരുന്നു, നല്ലോണം ചുമന്നല്ല എൻ്റെ സ്കിൻ, ഹായ് എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതുപോലെ ചുമന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് വന്നിട്ട് നല്ലോണം ടാൻ അടിച്ച് നമ്മുടെ സ്കിൻ ഡള്ളാവും. അപ്പോൾ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. 20 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ അതിൻ്റെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ഞാൻ ഇത്രത്തോളം ലൈവ് റിസൾട്ട് കാണിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്കത് യൂസ് ചെയ്യാനോ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് എന്ത് റിസൾട്ട് കിട്ടാനോ, അങ്ങനത്തെ ഓരോ മൈൻഡൊക്കെ നമുക്ക് വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ പാക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ നേരത്തെയുള്ള ഫേസും ഇപ്പോഴത്തെ ഫേസും തന്നെ നല്ല ചേഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതേ കണക്ക് നമ്മുടെ സൺടാൻ നല്ലോണം പോയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ലോണം ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ലോണം ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് ഇത് വന്നിട്ട്. പിന്നെ ഗേൾസ് മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർസൊക്കെ പോകാനും പിന്നെ പിമ്പിൾസൊക്കെ വരില്ലേ, പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ താടിയുടെ മീശയുടെ ആ ഭാഗത്ത് മാത്രമേ മഞ്ഞപ്പൊടി യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. ബാക്കി പോർഷനിലൊക്കെ നമുക്ക് ഈ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പിമ്പിൾസും റോഡ്സും ബോയ്സിനും ഒരുപാട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് ഇത് വന്നിട്ട്. ശരിക്കും ഞാൻ തന്നെ വീണ്ടും ആ ഒരു പാക്കിൻ്റെ റിസൾട്ടാണ് ഞെട്ടി. കാരണം അതേ കണക്ക് ടാൻ അടിച്ചിട്ട് വന്നിട്ടാണ് ഞാനൊരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ റിമൂവ് ചെയ്ത് തരാം. കൈയൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നമ്മുടെ സൺടാൻ പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ അറിയാൻ പറ്റും നേരത്തെ ആ ഒരു കൈയും ഇപ്പോഴത്തെ ആ കൈയും തമ്മിൽ എന്തോരം ചേഞ്ചാണ് വന്നേക്കുന്നതെന്നും. എൻ്റെ കൈപ്പത്തിയുടെ അവിടെ ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് കഴുകി കളഞ്ഞായിരുന്നു. കാരണം ഫോൺ പിടിക്കണമല്ലോ. അതുകൊണ്ട് ആ കൈപ്പത്തിയുടെ അവിടെ നമ്മുടെ കൈയുടെ ആ ഭാഗത്തും തമ്മിൽ നല്ലൊരു ചേഞ്ചാണ് വന്നേക്കുന്നത്. പിന്നെ എപ്പോഴും പറഞ്ഞതിൻ്റെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ അയച്ചു കൊടുക്കും ഇതുപോലത്തെ സൺടാൻ റെമഡീസും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ കുറേ ഹെയർ കെയർ വീഡിയോസും സ്കിൻ കെയർ വീഡിയോസും ലിപ് കെയർ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എൻ്റെ ദേഹത്ത് അമ്മാതിരി ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കൊട്ട വെയിലത്തായിരുന്നു ഞങ്ങൾ പോയി ബീച്ചിൽ പോയത്. പക്ഷേ ഫേസൊക്കെ ഇപ്പോൾ ടാനൊക്കെ പോയി നല്ലോണം ബ്രൈറ്റ് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറിയ സൗണ്ടുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരും. കാരണം ഇത് ഞാൻ ഓൾവേസ് എടുത്ത് പറയാം, കാരണം എനിക്ക് അത്രയ്ക്കും റിസൾട്ട് കിട്ടിയോണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ബൈ.